നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ആദ്യം തന്നെ നമ്മുടെ പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, ഞാൻ എടുക്കുന്നുണ്ട് റീഡിങ്സ്. വേണമെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ, നിങ്ങൾക്ക് അതിൽ വാട്സാപ്പ് ചെയ്യാം, മെസ്സേജ് ചെയ്യൂ. ഓക്കെ, നമുക്ക് നോക്കാം. ആൻഡ് ഇന്നത്തെ റീഡിങ് എടുക്കുന്നത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ഒരു 7 ഡേയ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത 7 ദിവസത്തിൽ നമ്മൾ ഇത് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കാം. ഈ ഒരു എനർജി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ നിങ്ങൾ പോസിറ്റീവായിട്ട് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എനിവേ നോക്കാം. നെക്സ്റ്റ് 7 ഡേയ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും നെക്സ്റ്റ് എന്ന് നമുക്ക് നോക്കാം. സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ശരി, നമുക്ക് നോക്കാം നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ സാധ്യത. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് മെസ്സേജ് വരുമോ, സംസാരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഓൾറെഡി ബന്ധമുള്ളതിൽ മുന്നോട്ട് എന്താണ്, എല്ലാം നോക്കാം. ഓക്കെ, നെക്സ്റ്റ് 7 ഡേയ്സിൽ എന്തായിരിക്കും. ലെറ്റ്സ് സീ. കിങ് ഓഫ് കപ്സ് എനർജി. ഓക്കെ, സോറി, 2 കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, Magician, 8 of Swords, Knight of Wands and the 8 of Pentacles. 4 of Swords ഇവിടെ ഉണ്ട്, ഹാങ്മാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഇതിൽ കാണുന്നത് 6 of Cups ഉണ്ട് ഇവിടെ. ഓക്കെ, സോ എനിക്ക് കാണുന്നത് ഇവിടെ നിങ്ങൾ തമ്മിലൊരു ചെറിയ സെപ്പറേഷൻ എനർജിയാണ്. നിങ്ങൾ പേഴ്സൺ റെസ്റ്റ് എടുക്കുന്നു, ഒരു ബ്രേക്ക് എടുക്കുന്നു, നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരല്പം മാറി നിൽക്കുന്നു. സിറ്റുവേഷൻ മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഒന്നും. ഓക്കെ, ഒരു അനക്കമില്ലാത്ത ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇടയ്ക്ക് കോണ്ടാക്ട് ഉണ്ടാവാം. ഓക്കെ, ടോട്ടൽ നോ കോണ്ടാക്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മേ ബി ഒരു കോണ്ടാക്ട്, കുറച്ച് പേർക്ക് കോണ്ടാക്ട് ഉണ്ടാവാം, കുറച്ച് പേർക്ക് ഇല്ലായിരിക്കാം. ഓക്കെ, എന്ത് തന്നെയായാലും ഇവിടെ സിറ്റുവേഷനിൽ പേഴ്സണിൻ്റെ മിസ്സിങ് എനർജി എനിക്ക് നല്ലോണം കാണുന്നുണ്ട്. നൊസ്റ്റാൾജിയ കാണുന്നുണ്ട്. സോ എവിടെയോ അവർ നിങ്ങളെക്കുറിച്ച് ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അവർ സ്വപ്നങ്ങളിൽ നിങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അവർ തനിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഈവൻ ആൾക്കാർ ചുറ്റും ഉണ്ടാവുമ്പോഴും എവിടെയോ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നേരത്തെ തൊട്ടുള്ള പരിചയമായിരിക്കാം, ചെറുപ്പം തൊട്ടുള്ള ചെറുപ്പം എന്ന് പറയുമ്പോൾ മേ ബി കോളേജ് അങ്ങനെയൊക്കെയുള്ള പരിചയങ്ങളായിരിക്കും. ഒരുപാട് കാലത്തെ ചിലപ്പോൾ പരിചയം ഉണ്ടാവാം. അതുമാത്രമല്ല ഇവിടെ ശരിക്കും നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട്, അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒന്നിച്ച് ഗോ ത്രൂ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ തന്നെ തീർച്ചയായിട്ടും ആ ഒരു നോസ്റ്റാൾജിയ അവരുടെ മനസ്സിലുണ്ട്. നിങ്ങൾ തമ്മിലുള്ള നല്ല സമയങ്ങൾ. കുറച്ച് പേർക്ക് ഈവൻ നിങ്ങളുടെ ഫാമിലി ഓൾറെഡി മാരീഡ് ആണെങ്കിൽ, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫിനോ കാണുന്നതാണെങ്കിൽ അവരും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലാണ്. അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടെങ്കിൽ അതും അവരും മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഇവിടെ നിങ്ങളെക്കുറിച്ചൊരു ഡേ ഡ്രീമിങ് എന്ന രീതിക്ക് പറയാം. അതായത് അവർ ദിവാസ്വപ്നം കാണുന്ന പോലെ. ഓക്കെ, എന്തൊക്കെ തിരക്കിൻ്റെ ഇടയിലും എന്തുണ്ടെങ്കിലും എവിടെയോ നിങ്ങളെ ഓർത്ത് ചില സമയങ്ങളിൽ അവർ നിങ്ങളെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു എനർജിയാണ്, വളരെ നല്ല എനർജിയാണ് വരുന്നത്. കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. സോ നെക്സ്റ്റ് 1 വീക്കിൽ നമ്മൾ ചോദിക്കുന്നത്, നെക്സ്റ്റ് 1 വീക്കിൽ നിങ്ങൾക്ക് പേഴ്സൺ നിങ്ങളെ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്സ് എനർജിയാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ മനസ്സിൽ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു ഐസ് ബോക്സിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഞാൻ തൽക്കാലം ഇതിനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു എൻ്റെ ഫീലിങ്സിനെ എന്ന് പറഞ്ഞ പോലെയാണ്. പുറത്തേക്ക് എടുത്തിട്ടില്ല. ഓക്കെ, പുറത്തേക്ക് കാണിക്കുന്നില്ല. അല്ലെങ്കിൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അലിയും, അല്ലേ? മനസ്സലിഞ്ഞ് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാൻ തോന്നും, സംസാരിക്കാൻ തോന്നും. സോ ഇവിടെ ഇപ്പോൾ തൽക്കാലം ഐസ് ബോക്സിലിട്ട് വെച്ചിരിക്കുകയാണ്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പോയിട്ടൊന്നുമില്ല, എവിടെയും പോയിട്ടില്ല, അതവിടെ ഉണ്ട്. ഓക്കെ, പക്ഷേ അതിൻ്റെ എന്താ പറയുക, അതൊന്ന് എടുത്ത് പുറത്ത് കൊണ്ടുവന്നാലല്ലേ ഒന്ന് വെയിൽ തട്ടി ഒന്ന് അലിയട്ടെ, അല്ലേ? അലിഞ്ഞാലല്ലേ ഒന്ന് കോൺടാക്ട് ചെയ്യാനൊക്കെ ഒന്ന് തോന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അവർ തൽക്കാലം അതിനെ എടുത്ത് ഐസ് ബോക്സിലിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അവർ റിലാക്സ് ആയിട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ, പക്ഷേ അവരുടെ മനസ്സിൽ മുഴുവൻ നിങ്ങൾ തന്നെയാണ്, യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞു. ഓക്കെ, അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്ന് അതിനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ്. ഓക്കെ, പുറത്ത് കാണിക്കുന്നില്ല, പുറത്ത് എക്സ്പ്രഷൻ കുറവാണ് ഇപ്പോൾ ഇവിടെ. ഫീലിങ്സ് ഉണ്ട്, പക്ഷേ ഓക്കെ. ആൻഡ് മജീഷ്യൻ ഉണ്ട്. നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മജീഷ്യൻ എന്ന് കാണുന്നുണ്ട്. മേ ബി അവർക്ക് ആക്ച്വലി ഐ തിങ്ക് എവിടെയോ മേ ബി നിങ്ങളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ അവർ ട്രൈ ചെയ്യായിരിക്കാം. ഓക്കെ, ഇതിപ്പോൾ അവർ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫീലിംഗ് വന്നത് എന്താണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഇത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ചേസ് ചെയ്യുമോ അവരെ, വീണ്ടും ഒന്ന് പുറകെ പോവും, നിങ്ങൾ അവരെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമോ. ഓക്കെ, മേ ബി അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിലും അവർ തോന്നുന്നത് മേ ബി നിങ്ങൾ അങ്ങോട്ട് പോവോ എന്ന രീതിയിൽ നോക്കുന്നതായിരിക്കാം. കാരണം മജീഷ്യൻ എനർജിയാണ്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരല്പം കുറച്ചൊരു കള്ളത്തരം എനർജിയാണ്. നിങ്ങൾ ഇവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട്, മ്യൂസിക് ഒക്കെ ഉണ്ട്, ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്
ചിന്തിക്കുന്നുണ്ട് ഒരാൾ. ഓക്കെ, സോ എവിടെയോ അവർ നിങ്ങളെ ഒന്നിങ്ങനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ പുറകെ പോകണം എന്ന രീതിക്ക് ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടും മേ ബി അവർ ചിലപ്പോൾ പാട്ടൊക്കെ അയക്കുമായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു റീൽ എടുത്തയക്കും, ഒന്നും പറയില്ല, വേറൊന്നും പറയില്ല, ചിലപ്പോൾ ഒരു റീൽ എടുത്തയക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ അങ്ങോട്ട് അവർക്ക് സ്നേഹം കാണിക്കുന്ന പോലെ അവരെ അഡ്മയർ ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, കുറച്ച് മേ ബി നിങ്ങളുടെ ഭാഗത്തും ഇവിടെ 8 ഓഫ് സോർഡ്സ് ഉണ്ട്. മേ ബി അല്ലെങ്കിൽ അവർ ആഗ്രഹമായിരിക്കാം എന്നിട്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് കൂടിയിരിക്കണം, നിങ്ങൾ തമ്മിൽ ടൈം സ്പെൻഡ് ചെയ്യണം, ഹാപ്പി ആയിട്ട് വേണം എന്ന രീതിക്കൊക്കെ ചിലപ്പോൾ മനസ്സിലൊരു അങ്ങനെ ഒരു ആഗ്രഹമായിരിക്കാം. അത് അവർ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന രീതിക്കാണ്. ഓക്കെ, അങ്ങനെയും കാണുന്നുണ്ട്. ബട്ട് 8 ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്. സോ കുറച്ചൊരു സ്റ്റക്ക് എനർജി ഉണ്ട് ഇവിടെ, പെട്ട് നിൽക്കുന്ന പോലെയുണ്ട്. ആൻഡ് ഇവിടെയും ഞാൻ പറഞ്ഞു 8 ഓഫ് ഹാങ്മാൻ ഉണ്ട്, 4 ഓഫ് സോർഡ്സ്. ഇതെല്ലാം പറയുന്ന ഒരു ചെറിയൊരു അകൽച്ച, ഡിസ്റ്റൻസ്, ചെറിയൊരു ബ്ലോക്കേജ് എന്ന രീതിയിലാണ്. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ ബ്ലോക്ക് എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ചെറിയ മേ ബി അവർക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം. കുറച്ച് കാരണങ്ങൾ കൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, വരാൻ പറ്റുന്നില്ല, ഒരു പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എല്ലാം സിറ്റുവേഷൻ ഒന്ന് ഒരു എന്താ അതിന് പറയുക, സാക്രിഫൈസ് ചെയ്ത പോലെയാണ്. മേ ബി അവർ സാക്രിഫൈസ് ചെയ്യുന്നതായിരിക്കാം. ദറ്റ് ഓക്കെ, സിറ്റുവേഷൻ ഇപ്പോൾ തൽക്കാലം ജോലിയുടെ കാര്യം കാണുന്നുണ്ട്. 8 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. സോ അങ്ങനെയാണെങ്കിൽ മേ ബി കരിയറിന് വേണ്ടിയിട്ട് നല്ല ബിസിയൊക്കെ ആണെങ്കിൽ മേ ബി ഞാനിപ്പോൾ അതിൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഇപ്പോൾ തൽക്കാലം വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ട് ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ എന്നുള്ളതുകൊണ്ടായിരിക്കാം എവിടെയോ ഒരു പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. എന്തിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റക്കാണ്. അപ്പോൾ അത് ഫാമിലിയിലായിരിക്കാം, ഫാമിലി കാര്യങ്ങളായിരിക്കാം, ജോലി കാര്യങ്ങളായിരിക്കാം. ഓക്കെ, വേറെ അല്ലെങ്കിൽ ലൈഫിൻ്റെ ഇഷ്യൂസ്, പ്രശ്നങ്ങൾ, അങ്ങനത്തെ പല കാര്യങ്ങളിലും അവരിങ്ങനെ പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. സോ അതുകൊണ്ട് ഒരു ആക്ച്വലി മൂവ്മെൻറ്റ് കുറവാണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, നൈറ്റ് ഓഫ് വാൻസ് എനർജി ഉണ്ട്, കുറച്ചൊരു ഫ്ലർട്ടിങ് എനർജിയാണ്. ഫ്ലർട്ടിങ് എന്ന് പറയുമ്പോൾ തെറ്റായിട്ട് എടുക്കണ്ട. നമ്മൾ പറയില്ലേ, ഒരു കൂടുതൽ ഓവറായിട്ട് ഇമോഷണൽ ആവാതെ ഒരല്പം ഒരു ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. ഓക്കെ, നിങ്ങളെ ഒന്ന് മയക്കിയെടുക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മജീഷ്യൻ എനർജി. ഇത് രണ്ടും പറയുന്നത് കുറച്ച് അവർക്ക് മേ ബി കുറച്ച് പേർക്ക് ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ അവർ ഓപ്പണായിട്ട് ഐ മിസ് യു എന്ന് ചിലപ്പോൾ പറഞ്ഞൊന്നും വരില്ല. പക്ഷേ മേ ബി ഒരു റീൽ എടുത്ത് അയക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം അങ്ങനെയാണല്ലോ അല്ലേ, സോ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട്. സോ റീൽ എടുത്ത് അയച്ചിട്ടുണ്ടാവും. അയച്ചിട്ട് ചിലപ്പോൾ അതിൽ ചിലപ്പോൾ വല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള കോട്ട് വല്ലതൊക്കെ അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറയുന്നില്ല, ബട്ട് തുറന്ന് പറയലല്ല, ബട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഇതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു ആക്ഷൻ ചിലപ്പോൾ കുറച്ച് പേർക്ക് കണ്ടു എന്ന് വരില്ല. ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഓർക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് 1 വീക്കിൽ നമുക്കിവിടെ ഒരു ആക്ഷൻ കുറച്ച് കുറവാണ്. ചിന്തിച്ചുകൊണ്ടിരിക്കലാണ് കൂടുതലും കാണുന്നത്. അല്ലെങ്കിൽ ചെറിയ വല്ല സ്റ്റെപ്പ് കാണാം, മേ ബി ഒരു ചെറിയൊരു ടെസ്റ്റിംഗ് പോലെ. നിങ്ങൾ വിട്ടു പോയിട്ടില്ലല്ലോ എന്നൊന്ന് ഉറപ്പ് വരുത്തുന്നതായിരിക്കാം. ഓക്കെ, സോ ചെറുതായിട്ടൊരു കുറച്ച് പേർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ചെറിയ മെസ്സേജെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. ഫുള്ളി ഓപ്പണായിട്ട് അവർ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാവും ദാറ്റ് യെസ്, ഈ പേഴ്സൻ്റെ മനസ്സിലെവിടെയോ ഞാൻ കിടക്കുന്നുണ്ട് എന്നൊന്ന് തോന്നൽ വരും. ഓക്കെ, ലെറ്റ്സ് സീ കുറച്ചുകൂടി നെക്സ്റ്റ് 1 വീക്കിൽ നമുക്ക് എന്തെങ്കിലും ആക്ഷനായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ആക്ഷനായിട്ട് കിങ് ഓഫ് വാൻസ് ഉണ്ട്, ഗുഡ് മൂൺ, 3 ഓഫ് കപ്സ്. ഓക്കെ, ഒരു ചെറിയ സെലിബ്രേഷൻ എനർജി ഉണ്ട് ഇവിടെ. 2 ഓഫ് കപ്സ് ഉണ്ട്, 10 ഓഫ് പെനിക്കിൾസ് ഉണ്ട്. ആക്ച്വലി എല്ലാം വളരെ സ്നേഹം അവർ ഉള്ളിൽ ഇല്ലാഞ്ഞിട്ടല്ല. ഓക്കെ, ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ, അതിൻ്റെ യാതൊരു കുറവുമില്ല. ബട്ട് ഇവിടെ ഒരു ആക്ഷൻ്റെ ആണ് കുറവുള്ളത്. ഓക്കെ, എല്ലാം ചിന്തകളിലുണ്ട്, പ്രവർത്തികളിൽ കാണാനില്ല. അതാണ് ഇവിടെ. ഓക്കെ, സോ ഇവിടെ അഗെയിൻ മൂൺ കാർഡാണ്. അഗെയിൻ മനസ്സിലാണ്, ഹിഡൻ ഫീലിങ്സ് ആണ്, ഹിഡൻ ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നു. അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തനിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഒക്കെ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുക, ആലോചിക്കുക, ചിന്തിക്കുക. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക്, എവിടെ ഒരു കൺഫ്യൂഷൻ വരുന്ന പോലെ, അതായത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കിട്ടാത്ത പോലെ. ഓക്കെ, ഇവിടെ കിങ് ഓഫ് വാൻസ് എനർജിയാണ്. ശരിക്കും നിങ്ങളോട് വളരെയധികം പാഷനുണ്ട്, നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഉണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്, ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്, ഒരു ആക്ഷൻ്റെ എനർജിയാണ്. സോ നമുക്ക് പ്രതീക്ഷിക്കാം കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് പേഴ്സൻ്റെ ഭാഗത്തുനിന്നൊരു ഒരു റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ ഓവർ റൊമാൻറ്റിക് അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു അപ്രോച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഇവിടെ സെലിബ്രേഷൻ കാണുന്നുണ്ട്. സോ യെസ്, അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് കുറച്ച് നല്ല സമയങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. സോ 1 വീക്കിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ ഗ്രാൻഡ് നമ്മൾ സെലിബ്രേഷൻ എന്താ പറയുക, പടക്കം പൊട്ടൽ പോലെയൊന്നും ഉണ്ടാവില്ല. എന്നാലും ചെറുതായിട്ടെങ്കിലും നമുക്കൊരു ചെറിയൊരു പ്രതീക്ഷയെങ്കിലും ഇവിടെ തരുന്നുണ്ട്. ലെറ്റ്സ് സീ, ഒരു പ്രോപ്പറായിട്ട് ശരിക്കും ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങളോട് ലൈക്ക് എന്തോ എനിക്ക് അങ്ങനെ ഒന്ന് നോക്കാൻ തോന്നുന്നു. ലെറ്റ്സ് സീ, നിങ്ങൾക്ക് എന്താണ് ഇതിൽ പ്രതീക്ഷിക്കാൻ പറ്റുക പേഴ്സണൽ ഭാഗത്തുനിന്ന്.
Three of Swords, Page of Pentacles. Okay. No. Sorry. ആക്ഷൻ വളരെ കുറവാണ് ഇവിടെ. ഓക്കെ, എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആക്ഷനായിട്ടൊന്നും കാണാനില്ല. പേഴ്സൺ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, വേദനയുണ്ട്, ടെൻഷനുണ്ട്, സങ്കടമുണ്ട്. സോറി, എനിക്ക് വേറൊന്നും കാണാനില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, കുറച്ച് പേർക്ക് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ലൈക്ക് ചിലപ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് മാറ്റാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് മേ ബി കുറച്ച് പേർക്ക് ഒരു 1 വേർഡ് മെസ്സേജ്, ഹായ് ഹലോ ഒരു ടെസ്റ്റിംഗ് നിങ്ങൾക്ക് കാണാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് പേർക്ക്. ഒരു ചെറിയൊരു മെസ്സേജിൻ്റെ ഒരു എനർജി ഉണ്ട് ഇവിടെ. വളരെ ഒരു കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല മുന്നോട്ട്. ഓക്കെ, ബട്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു നിങ്ങളുടെ വേദന നിങ്ങളെ വേദനിപ്പിച്ചു എന്നവർക്കറിയാം. ഓക്കെ, അവർക്കും വിഷമമുണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളതിന് അവർക്കും വിഷമമുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ എനിക്ക് എനർജി കിട്ടുന്നത്. ആൻഡ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് മെല്ലെ അവരൊന്ന് ചെറിയൊരു അപ്രോച്ച് ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് കുറച്ച് പേർക്ക് നിങ്ങളെ പ്രോമിസിങ് ഒരു നമ്മൾ പറയില്ല ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിക്ക്, ഓക്കെ, ജസ്റ്റ് ഒരു അപ്രോച്ച് എന്ന രീതിക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 10 of Wands ആണ്. വീണ്ടും അവർ ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ അവർ സ്റ്റക്കാണ്. ഫാമിലിയിലായിരിക്കാം, ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കാം, ജോലിയിലാണെങ്കിൽ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ അവരിങ്ങനെ കുറച്ച് ഭാരം അവരുടെ ഉള്ളിൽ മേലെയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഐ തിങ്ക് അവർ ചൂസ് ചെയ്യുകയാണ് ദാറ്റ് ഇപ്പോൾ തൽക്കാലം ഞാനൊന്ന് മാറി എൻ്റെ കാര്യം നോക്കിയിരിക്കട്ടെ എന്ന രീതിയിൽ. സെൽഫിഷാണ് ലേശം. നിങ്ങൾ കരുതുമ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പം ഞാൻ എന്താ മാറ്ററല്ലേ എന്ന് പറയും നിങ്ങൾ. ശരിയാണ്, ബട്ട് എന്താ ചെയ്യുക, ചില സമയത്ത് ഒരു സ്പേസ് അവരെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഫീലിങ്സ് ഉണ്ടായിട്ട് അത് മാറ്റി വെക്കുകയാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഇവിടെ ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, അത് മനസ്സിലാക്കാം. ഓക്കെ, എന്തായാലും സാരില്ല, പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ ഇപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ എനർജിയിൽ ഒരു പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് തീർക്കാം. ഓക്കെ, ഈ പേഴ്സണെ മിസ് ചെയ്യും നിങ്ങളും, ശരിയാണ്. ഓക്കെ, മിസ് ചെയ്യുമ്പോൾ ആ മിസ്സിങ് വന്നോട്ടെ, പക്ഷെ അതില്ലാതെ നിങ്ങൾ ആ വിഷമത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് മാത്രം. അതായത് ഓക്കെ, അവർ വന്നില്ല, എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് വിഷമമുണ്ട്, എനിക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ തോന്നുന്നുണ്ട്, എനിക്ക് കാണാൻ തോന്നുന്നുണ്ട്, എല്ലാം ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം. ബട്ട് അവരില്ല, വന്നില്ല എങ്കിൽ എൻ്റെ ലൈഫ് നിന്നുപോയി എന്ന രീതിയിലാവരുത്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് അത് മനസ്സിലാവുന്നുണ്ടാവും. സോ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കും, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.